നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ യോഗ്യതയുള്ളവരെയാണ് മത്സരിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം ഏതൊരു മണ്ഡലത്തിലെയും ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ഒരു പ്രതിനിധിയായി ജയിച്ചു വരാൻ വേണ്ടി യോഗ്യതയുള്ളവർ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ നാടിന് ശാപമായിരിക്കും. 5 വർഷം അങ്ങോട്ട് പോയല്ലോ, നഷ്ടപ്പെട്ടല്ലോ എന്ന് ജനം പരിതപിക്കുന്ന ഒരു അവസ്ഥ വരും. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് 2026 ഈ തെരഞ്ഞെടുപ്പില് അത്തരത്തിൽ ചില സ്ഥാനാർത്ഥികൾ ഉണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ടി വരികയാണ്. കാരണം അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രസ്താവനകളും ചില ഡയലോഗുകളും കേൾക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം എന്താ പറയാ തെറ്റിദ്ധാരണയാണ് പരത്തുന്നത്, ജനങ്ങളുടെ മനസ്സിലേക്ക് അനാവശ്യമായിട്ടുള്ള വിവരങ്ങൾ, അതായത് തെറ്റായ വിവരങ്ങളാണ് ധരിപ്പിക്കുന്നത്. ഇവരൊക്കെ ജനപ്രതിനിധികളായിട്ട് വന്നാൽ എങ്ങനെയായിരിക്കും എന്നൊരവസ്ഥ ചിന്തിച്ചു പോവുകയാണ്. യുവരാജ് ഗോകുൽ നെടുമങ്ങാടത്തെ സ്ഥാനാർത്ഥിയാണ്, NDAയുടെ സ്ഥാനാർത്ഥിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഒരു പ്രസംഗം ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മുഴുവൻ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. എങ്ങനെ? ഇന്റർനെറ്റ് ലോകത്തെയും മറ്റു ലോകത്തെയും അറിയാത്ത സാധാരണക്കാരായ മറ്റുള്ളവർ. ഇപ്പൊ നമ്മളെപ്പോലുള്ള ചിലരൊക്കെ അതൊന്ന് തെരഞ്ഞു നോക്കും, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് തെരഞ്ഞു നോക്കും. അപ്പോഴാണ് മനസ്സിലാകുന്നത് പച്ച നുണ പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഡിവൈഎഫ്ഐയെ കളിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ എത്ര പ്രയോഗങ്ങൾ പ്രയോഗിച്ചത്. ഇവിടുന്ന് ജമ്മു കശ്മീരിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് DYFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് പേരിന്റെ അറ്റത്തുള്ള I കാണില്ല, പകരം K ആയിരിക്കും. എന്താണെന്നറിയാമോ? ഇന്ത്യ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അവിടെ കൂടെ വരാൻ ആളില്ല എന്ന് പറഞ്ഞ് ഒരു ലജ്ജയുമില്ലാതെ DYFK എന്ന് സ്വന്തം പ്രസ്ഥാനത്തിന്റെ പേര് മാറ്റിയിട്ട് കശ്മീരിൽ പോയി പ്രവർത്തിക്കുന്നവര് ഇവിടെ വന്ന് നിന്നിട്ട് നമ്മളെ ഉപദേശിക്കുകയാണ്. എന്താണ്? കേരളം നിങ്ങളെ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് അവിടം മുതൽ ഇവിടം വരെയും ഒരേ പേരും ഒരേ രൂപവുമേ ഉള്ളൂ, ഞങ്ങളുടെ പ്രവർത്തകർക്ക് പകലും രാത്രിയും ഒരു രൂപവും ഒരു സ്വഭാവവുമേ ഉള്ളൂ, അല്ലാണ്ട് പകല് സഖാവും രാത്രി സുഡാപ്പിയുമായി നടക്കുന്ന ആൾക്കാരെ പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആൾക്കാരില്ല. ഇതിൽ ഡിവൈഎഫ്ഐയെ വിമർശിക്കാൻ, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയെ കളിയാക്കാൻ വേണ്ടിയിട്ട്, ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ശകലം ഉപയോഗിച്ചതെങ്കിലും ഇത് കേട്ടത് സത്യമാണ് എന്ന് വിചാരിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ടാവും. അതായത് CPM എന്ന് പറയുന്ന പാർട്ടി ഒരു കാലത്ത് ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന പാർട്ടി ഇന്ന് കേരളത്തിലാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത്തവണ ഭരണം നഷ്ടപ്പെട്ടാൽ ഇന്ത്യയിൽ CPM ഭരണം ഉണ്ടാവില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. CPM-നെ നമ്മൾ വിമർശിക്കാറുണ്ട്, അവരുടെ പ്രവർത്തന രീതികളെ വിമർശിക്കാറുണ്ട്, അവരുടെ നേതാക്കളുടെ ചില സ്വഭാവങ്ങളെ നമ്മൾ വിമർശിക്കാറുണ്ട്. കാര്യം ശരി തന്നെ, അതൊക്കെ വാസ്തവമാണ്. സത്യസന്ധമായ കാര്യങ്ങൾ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരായാലും രാഷ്ട്രപ്രവർത്തകരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും ശ്രമിക്കേണ്ടത്. ഇത്തരത്തിൽ പച്ച നുണങ്ങൾ പ്രചരിപ്പിച്ച് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി, അല്ലെങ്കിൽ സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നേതാക്കന്മാർ നാടിന് ഭൂഷണമല്ല എന്നാണ് പറയാനുള്ളത്. നമുക്ക് ആക്ഷേപിക്കാം, മറ്റുള്ളവരെയൊക്കെ കുറ്റവും കുറവും ഒക്കെ പറയാറുണ്ട്, കളിയൊക്കെ പറയാറുണ്ട്, അത് ചിരിച്ചുകൊണ്ട് തമാശയായിട്ട് പറയും. കേൾക്കുന്നവന് മനസ്സിലാകണം ഇത് തമാശയാണ്, സത്യമല്ല എന്ന്. അത്തരത്തിലല്ല പറയുന്നതെന്നുണ്ടെങ്കിൽ അതിന് തമാശയായിട്ട് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ യുവരാജ് ഗോകുൽ ഇവിടെ പറയുന്ന ഈ കാര്യങ്ങളെ ഒരു തമാശയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അദ്ദേഹം പറയുന്നത് DYFI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഈ DYFIന്റെ പ്രസ്ഥാനം നമുക്കറിയാം ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇന്ന് CPM-ന്റെ ഇന്ത്യ തലത്തിലുള്ള ശോഷണത്തിൽ അതും പെട്ടിട്ടുണ്ട്, അതൊക്കെ വാസ്തവമാണ്. പക്ഷെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ പച്ച നുണ പറയണോ? ജമ്മു കാശ്മീരിൽ DYFK എന്നാണ് പറയുന്നത്. DYFI എന്ന് പറഞ്ഞാൽ, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരെയും കിട്ടൂല, അതുകൊണ്ട് K ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ K എന്ന് ഉദ്ദേശിക്കുന്നത് കാശ്മീരാണോ കേരളമാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. അതായത് DYFK കേരളമാകാനാണ് സാധ്യത. ഏതായാലും ആ രീതിയിൽ ആക്ഷേപിക്കുമ്പോൾ അത് ഒരു ആക്ഷേപഹാസ്യമായിട്ട് എടുക്കാനാണെങ്കിൽ ആ ആക്ഷേപഹാസ്യം ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണോ? ജനങ്ങളിൽ തെറ്റായ അവബോധം കൊടുക്കുന്നത്, തെറ്റായ അറിവ് കൊടുക്കുന്ന ഏത് പ്രസംഗമായാലും ഏത് പ്രഖ്യാപനങ്ങളായാലും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അതൊരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല. ആ അർത്ഥത്തിൽ ഇവിടെ DYFIയെ ആക്ഷേപിച്ചുകൊണ്ട് യുവരാജ് ഗോകുൽ സംസാരിച്ച സംസാരം ഉണ്ടല്ലോ, 10 പൈസക്കില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശരിയല്ല യുവരാജ് ഗോകുൽ അങ്ങനെ സംസാരിച്ചത്. അദ്ദേഹത്തിന് പറയാൻ 100 കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉള്ള NDA സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ച്, ഈ കേരളത്തിൽ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മുദ്രാ ലോണുകളെ കുറിച്ച്, മറ്റു പെൻഷനുകളെ കുറിച്ച്, എന്തെല്ലാം പദ്ധതികൾ കേരള സർക്കാർ നടപ്പിലാക്കിയതും നടപ്പിലാക്കാത്തതുമായ ധാരാളം പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഞാൻ ഇവിടെ ജനപ്രതിനിധിയായി വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള ഇത്ര പദ്ധതികളുണ്ട്, ഈ പദ്ധതികൾ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം, സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും നമുക്ക് വളരാം, അതിനുള്ള വികസന പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാം, ഒരു MLA എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യാം, ഇതൊക്കെ പറഞ്ഞ് ആ ജനങ്ങൾക്ക് എന്തൊക്കെ കിട്ടും എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്ത്
അതൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധിയാകുക എന്നതല്ലേ നല്ലത്. വിവരവും ബോധവുമുള്ള പിള്ളേർമാർ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി ഡിവൈഎഫ്ഐ ജമ്മു കാശ്മീരിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്. കാര്യം മനസ്സിലാവൂലേ? അപ്പൊ തന്നെ മനസ്സിലാവൂലേ? പച്ച നുണ പറഞ്ഞ് പച്ച നുണ പ്രചരിപ്പിച്ച് മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ വേണ്ടി, ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി ഇല്ലാത്തതും കൊല്ലാത്തതും പറഞ്ഞ് സകല നുണയും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരാളാണ് തങ്ങളുടെ ജനപ്രതിനിധി ആയി വരാൻ പോകുന്ന ആൾ, അല്ലെങ്കിൽ തങ്ങളോട് വോട്ട് ചോദിക്കാൻ വരുന്ന ആളെന്ന് ജനം മനസ്സിലാക്കിയാൽ വോട്ട് കിട്ടുമോ? ജയിക്കുമോ? അതോ തോൽക്കാൻ വേണ്ടിയാണോ ഇവിടെ യുവരാജ് ഗോകുൽ മത്സരിക്കുന്നത്? Different angles. Don't forget to subscribe and support this channel.